ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തോ ഒരു ഒച്ച കേൾക്കുന്നു. ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തോ ഒരു ഒച്ച കേൾക്കുന്നു. സാനിയോ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ശബ്ദമുണ്ടായത്. വലിയ കാറ്റടിക്കുന്നത് പോലെ വലിയ ഇരമ്പലാണ് കേൾക്കുന്നത്. ആ ഇരമ്പൽ ഒരു പ്രകമ്പനമുണ്ടാക്കി എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. മുണ്ടക്കയിലും ചുരമലയിലൊക്കെ തിരച്ചിൽ നടത്തുന്നിടയിൽ ഒരു ഭൂമിയിൽ ഒരു പ്രകമ്പനം ഫീൽ ചെയ്തു എന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. അതപ്പോൾ അങ്ങ് 10-20 കിലോമീറ്റർ അപ്പുറത്തുണ്ടായ വലിയ ഉഗ്ര ശബ്ദത്തിൻ്റെ തുടർ ചലനം എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട ഒന്നുമല്ല എന്നാണ് ഇപ്പോൾ ഭൗമശാസ്ത്ര വിദഗ്ധർ തന്നെ പറയുന്നത്. വലിയ രീതിയിൽ ഇങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഭൂമിക്കടിയിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഈ തരത്തിലൊരു ചലനം താഴെ സംഭവിക്കുന്നതാണ്. അത് പക്ഷേ വലിയ ദുരന്തമായി ഒന്നും ഭവിക്കില്ല. അത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത്. അതിനൊരു പ്രത്യേകിച്ച് പേരൊന്നും ഇട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ സീസ്മോളജി വിഭാഗത്തിൻ്റെ പ്രതിനിധി ഡയറക്ടറാണ് നമ്മളോട് പ്രതികരിച്ചത്. അത് ഭൂകമ്പ സാധ്യതയല്ല, ഭൂകമ്പമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ആ നിലയ്ക്ക് തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആളുകൾ ആശങ്കപ്പെടുക സ്വാഭാവികമാണ്. 3 വാർഡുകളിൽ, അമ്പലവയലിലെ 3 വാർഡുകളിൽ നിന്നായി ആളുകൾ പരിഭ്രാന്തിയോടെ പുറത്തിറങ്ങിയായിരുന്നു വീട്ടിൽ നിന്നും. വീടുകൾക്ക് വിള്ളലടക്കമുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ശബ്ദം ആശങ്കപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുണ്ടക്കൈ ദുരന്തമാണ്. ദുരന്തത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം വയനാട്ടിലാണ് എന്നതുമാണ് ആളുകളെ ആശങ്കപ്പെടുത്തിയത്. ഏതായാലും അവിടേക്ക് റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്.